ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാനിന്ന് രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള പെൻഡൻസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒരു റൗണ്ട് ഷേപ്പ് കുക്കി കട്ടർ വെച്ച് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതേ കുക്കി കട്ടർ വെച്ചിട്ട് കുറച്ച് ഹാഫായിട്ട് റൗണ്ട് ഷേപ്പ് കൊടുക്കണേ കേട്ടോ. ഇനി അതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു ചെറിയ റൗണ്ട് ചെറിയ കട്ടർ വെച്ചിട്ട് ചെറിയൊരു റൗണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ടൂൾ ഞാൻ യൂസ് ചെയ്യുന്നത് പെന്നിൻ്റെ ബാക്ക് സൈഡാണ്. അപ്പോൾ ബാക്ക് സൈഡ് വെച്ചിട്ട് ഇതുപോലെ റൗണ്ട് ചെയ്ത് കൊടുത്തു. ഇതുപോലെ തന്നെ പെന്നോ വീട്ടിലുള്ള മൂടികളോ അതൊക്കെ കൊണ്ടിട്ടാണ് ഓരോ ഡിസൈൻസും ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് സെപ്പറേറ്റ് നമ്മൾ ഓരോ ടൂൾ വാങ്ങിക്കണമെന്നില്ല. ഇപ്പോൾ ഇത് നൈഫാണ്. നൈഫ് വെച്ചിട്ട് ട്രയാങ്കിൾ ഷേപ്പിൽ ഒരു ഡിസൈൻ ചെയ്ത് കൊടുക്കണേണ്. അപ്പോൾ ഇത് വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങൾ നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് എഴുതി അയക്കണം. അപ്പോൾ അത് കണ്ടാലല്ലേ എനിക്ക് മനസ്സിലാവും നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയെന്നൊക്കെ അറിയണമെങ്കിൽ കമൻസൊക്കെ നോക്കിയാലല്ലേ അറിയാൻ പറ്റുള്ളൂ. പിന്നെ ഇത് ഞാൻ പെന്നിൻ്റെ ഫ്രണ്ട് സൈഡ് വെച്ചിട്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഡോട്ട് ഇട്ട് കൊടുക്കണേനെ. ഇത് പെൻസിലാണ്. പെൻസിൽ വെച്ചിട്ട് താഴെ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കണേന്. ആദ്യം ഇത്രയും മതി എന്നാണ് വിചാരിച്ചത്. അപ്പോൾ എനിക്കൊരു ഫില്ലായിട്ടില്ല എന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്നും കൂടി കുറച്ചും കൂടി ഡിസൈൻ ആഡ് ചെയ്ത് കൊടുക്കണേണ്. ചെറിയ ചെറിയ ഇങ്ങനെ ചെറിയ ഡോട്ട് ഇടുമ്പോൾ കുറച്ചൊരു കളർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒരു ഭംഗിയായിട്ടിരിക്കും. താഴത്തെ പോർഷനും അതുപോലെ തന്നെ ആ റൗണ്ട് നന്നായിട്ടൊന്ന് ഫില്ലാവണ വരെ ഡിസൈൻ ചെയ്ത് കൊടുക്കണേണ്. അപ്പോൾ ഫസ്റ്റ് ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഹാങ് ചെയ്യാനായിട്ട് ഒരു യൂപ്പിനും കൂടി അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈനാണ്. നമുക്ക് ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റിയ നല്ല സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണിത്. അപ്പോൾ ഇതിനകത്ത് ഇനി ഒന്ന് യൂപ്പിനും കൂടി അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പെൻഡൻറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് 2 ദിവസം നന്നായിട്ട് ഉണങ്ങണം. അത് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് ഫയർ ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്ക് കളർ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അക്രിലിക് കളറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈനാണിത്. ഇനി നമുക്ക് ഒരു ഷേപ്പ് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് അതിൻ്റെ എഡ്ജസ് നമുക്ക് ഇതുപോലെ കുറച്ച് പോർഷൻ ഇങ്ങനെ ഒന്ന് ഹാഫായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റണേ. ഇനി നന്നായിട്ടൊന്ന് സ്മൂത്ത് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് നമ്മുടെ കുക്കി കട്ടർ വെച്ചിട്ട് ആദ്യം ഒന്ന് ലൈറ്റായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഡിസൈൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം നമുക്ക് അത് എന്തെങ്കിലും ആ ഡിസൈന് കറക്റ്റായിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ വരച്ചത് കറക്റ്റായിട്ടില്ലെങ്കിൽ നമുക്കതൊന്ന് കൈ കൊണ്ട് ഒരു ഇത്തിരി ഒന്ന് വെള്ളമൊന്ന് യൂസ് ചെയ്ത് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് മാറ്റാൻ പറ്റും. ഇനി നമുക്കത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഇതുപോലെ ഡിസൈൻ ആക്കണം കേട്ടോ. രണ്ടാമതൊന്ന് ഡീപ്പായിട്ട് പ്രസ് ചെയ്തിട്ട് ഡിസൈൻ ചെയ്ത് കൊടുക്കുക. ഇനി ഇതിന് നമുക്ക് ചെറിയ ചെറിയ ഡിസൈൻസൊക്കെ ആഡ് ചെയ്യാം. പിന്നെ പെൻ വെച്ചിട്ട് ഞാൻ ഇതിൻ്റെ ഇവിടെ ഒന്ന് ഡോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പെന്നിൻ്റെ ബാക്ക് സൈഡ് യൂസ് ചെയ്തിട്ട് റൗണ്ട് ഷേപ്പ് ഒന്നിടവിട്ട് ഒരു റൗണ്ട് ഷേപ്പ് കൊടുക്കണേ. അതിന് നടുക്കായിട്ട് പെന്നിൻ്റെ ഫ്രണ്ട് സൈഡ് വെച്ച് തന്നെ ഒന്ന് ഡോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇതുപോലൊരു ടൂൾ യൂസ് ചെയ്തിട്ട് അത് ബാക്കി പോർഷൻ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണതാണ്. അപ്പോൾ ഇതൊരു ഹാഫ് സർക്കിളായിട്ടുള്ള ഒരു ടൂളാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് വേറെ എന്തെങ്കിലും വീട്ടിൽ എന്തെങ്കിലും ഉണ്ടാവും, ഇതുപോലെയൊക്കെ ഡിസൈൻ ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലും സാധനം ഉണ്ടാവും. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് ഡിസൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ പെൻഡൻറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തൊരു ഹാങ്ങിങ് ബീഡ്സ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബീഡ്സ് ഞാൻ നേരത്തെ തന്നെ ഉണ്ടാക്കി ഡ്രൈ ആക്കി വെച്ചിട്ടുള്ള ബീഡ്സാണ് കേട്ടോ. അല്ലെങ്കിൽ രണ്ടും വെറ്റാണെങ്കിൽ നമ്മൾ അറ്റാച്ച് ചെയ്യുമ്പോൾ അത് നമ്മുടെ പെൻഡൻറ്റ് ഡാമേജ് ആവും.
അപ്പോൾ ഇത് ബീഡ്സ് നന്നായിട്ട് ഡ്രൈ ആയിട്ട് അറ്റാച്ച് ചെയ്യാൻ നോക്കുക. അപ്പോൾ 2 പെൻഡൻറ്റ് റെഡി ആയിട്ടുണ്ട്. ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ ഞാനിതിനകത്ത് ഹാങ് ചെയ്യാനായിട്ട് യൂപിന്നും കൂടി അറ്റാച്ച് ചെയ്യണേ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.